ഹലോ ഗൈസ്, അപ്പോൾ അടുത്തതായിട്ട് സ്പാർക്ക് പ്ലഗ് ചേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആക്ച്വലി സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ വൈകുന്നേരം ബാക്കി ഷൂട്ട് ചെയ്യാൻ വന്നപ്പോഴത്തേനും മറ്റേ ഡേ ലൈറ്റ് പോയപ്പോൾ പിന്നെ അത് ഇന്ന് പിറ്റേ ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് രാവിലെ അപ്പനെ പെട്ടെന്ന് വണ്ടിയുടെ ആവശ്യം വന്നപ്പോൾ ചടപടയെന്നെല്ലാം മാറ്റി വണ്ടി കൊടുത്തു വിട്ടു. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. സ്പാർക്ക് പ്ലഗും മാറ്റി കാര്യങ്ങളെല്ലാം ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം എങ്ങനെ ചെയ്യുന്നതെന്ന്. ഇപ്പോൾ സ്പാർക്ക് പ്ലഗിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ ഫ്രണ്ട് പാനൽ അഴിച്ചാലാണ് സ്പാർക്ക് പ്ലഗ് കിട്ടുക. അപ്പോൾ അതഴിക്കണമെങ്കിൽ ആദ്യം ഈ സീറ്റ് പൊക്കിയിട്ട് ഈ 2 സ്ക്രൂ അഴിക്കണം. പൊസിഷൻ കണ്ടല്ലോ, ഇവിടെ 2 സ്ക്രൂ ഉണ്ട്, അത് ആദ്യം അഴിക്കണം. 1 2 സ്ക്രൂ അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ബാക്കി ക്ലിപ്പാണ്. പിന്നെ ഇവിടെ ബാക്കി ക്ലിപ്പാണ് വരുന്നത്. ഇവിടെ എല്ലാം ക്ലിപ്പുകളാണ് വരുന്നത്. അത് നമുക്ക് വലിച്ചാൽ കിട്ടും. ഇവിടെ 2 ബട്ടൺ വരുന്നുണ്ട്. ബട്ടൺ ഓൾറെഡി മിസ്സിങ് ആണ്. എനിക്ക് തോന്നുന്നത് അത് സർവീസ് സെൻ്ററിൽ ഇടാൻ മറന്നാന്ന് തോന്നുന്നു. ഇവിടെ 2 ബട്ടൺ ടൈപ്പ് വരുന്നുണ്ട്, പ്രസ്സിങ് ബട്ടൺ ടൈപ്പ്. നമുക്ക് തൽക്കാലം ഇപ്പോൾ അത് ഊരി കാണിച്ചു തരാം. ഇനി സ്പാർക്ക് പ്ലഗിൻ്റെ പൊസിഷൻ കാണിച്ചു തരാം. എന്താണ് ഇപ്പോൾ മാറ്റിയ പഴയ സ്പാർക്ക് പ്ലഗാണ്. സ്പാർക്ക് പ്ലഗ് ഓൾറെഡി മാറ്റിയതാണ് പഴയ സ്പാർക്ക് പ്ലഗ്. ഇത് ഈ ഗ്യാപ്പിലാണ്, ഈ ചെറിയ ഗ്യാപ്പിലാണ് സ്പാർക്ക് വരുന്നത്. ഇവിടെ മൊത്തം കാർബൺ ഡെപ്പോസിറ്റ് ആണ്. ഇത് ഏകദേശം ഗ്യാപ്പ് കൂടി, വളരെ ചെറിയ മൈക്രോമീറ്ററിലാണ് ഇതിന്റെ ഗ്യാപ്പ് പറയുന്നത്. അപ്പോൾ ഇത് വളരെ കൂടി പോയിട്ടുണ്ട് ഇതിന്റെ ഗ്യാപ്പ്. പുതിയ സ്പാർക്ക് പ്ലഗ് വരുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. സ്പാർക്ക് പ്ലഗിന്റെ ഇതാണ് പ്ലഗിന്റെ പൊസിഷൻ. ആദ്യം ഈ പ്ലഗ് ഊരി എടുക്കുക. പ്ലഗ് ഊരി മാറ്റിയതിന് ശേഷം ഇവിടെയാണ്, ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നത് കാണില്ല, ഇവിടെ ഇതിൻ്റെ ഉള്ളിലാണ് സ്പാർക്ക് പ്ലഗ് വരുന്നത്. അത് ഊരിയെടുക്കാനുള്ള ടൂള് നമ്മൾ എല്ലാ വണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ആക്സസിൻ്റെ കമ്പനി ടൂൾ കിറ്റ്. ഈ ടൂൾ കിറ്റിൽ ഈ ടൂളാണ് നമ്മൾ സ്പാർക്ക് പ്ലഗ് അഴിക്കാൻ യൂസ് ചെയ്യുന്നത്. ഈ സ്പാനറും എങ്ങനെയാണ് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇവിടെ കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പഴയ സ്പാർക്ക് കാണിച്ചു തരാം. അവിടെ സ്പാർക്ക് പ്ലഗ് ഉണ്ട്. അത് നമ്മൾ ഊരിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് സ്പാർക്ക് പ്ലഗ് ഉണ്ടാവുക. ഇതിങ്ങനെയാണ് സ്പാർക്ക് പ്ലഗ് ഉണ്ടാവുക. നമ്മൾ ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ സ്പാനർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ലൂസ് ചെയ്യുന്നു. ഇങ്ങനെ ലൂസ് ചെയ്ത് ഈ സ്പാർക്ക് പ്ലഗ് നമ്മൾ ഊരിയെടുക്കുകയാണ്. പുതിയ സ്പാർക്ക് പ്ലഗ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ കൈ കൊണ്ട്, ചെറിയ ഗ്യാപ്പ് എവിടെയുള്ളൂ, കൈ കൊണ്ട് തന്നെ ഇടുക, തിരിക്കുക. എന്നിട്ട് നമ്മൾ അത്യാവശ്യം ടൈറ്റ് ആണ് കേട്ടോ അത്രയിട്ട്. അപ്പോൾ ഇതിട്ടിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ ഫുള്ള് തിരിക്കുക. തിരിച്ച് ഒരു പരിധി കഴിയുമ്പോൾ കൈ കൊണ്ട് നമുക്ക് തിരിക്കാൻ പറ്റാണ്ടാവും. അപ്പോൾ തിരിക്കാൻ പറ്റാണ്ടാവുമ്പോൾ നമ്മൾ സ്പാനർ ഇട്ടിട്ട് ജസ്റ്റ് ഒരു ഹാഫ് സർക്കിൾ, പുതിയ സ്പാർക്ക് പ്ലഗ് ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു ഹാഫ് സർക്കിൾ ഇവിടെ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഏകദേശം ഇത്രയും ടൈറ്റേ പാടുള്ളൂ, അത്ര ആവശ്യമുള്ളൂ പുതിയതാവുമ്പോൾ. ഇപ്പോൾ നമ്മൾ പിന്നെ പഴയ സ്പാർക്ക് പ്ലഗ് നമ്മൾ ക്ലീൻ ചെയ്തിട്ട്, ഇതിപ്പോൾ നമ്മൾ മറ്റേ ഡീസലിൽ കഴുകിയെടുത്ത് അല്ലെങ്കിൽ മറ്റേ കുറച്ച് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ട് തിരിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ഒരു അത്രയും കൂടി ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഹാഫ് എന്നുള്ളൊരു ജസ്റ്റ് ഒരു 1/8 ഒക്കെ ആയിട്ട് ജസ്റ്റ് ഇത്രയും ചെറിയൊരു തിരികെ പാടുള്ളൂ. ഓവർ തിരിച്ചു കഴിഞ്ഞാൽ അത് കേടാണ്. അപ്പോൾ അത്രേ ഉള്ളൂ സ്പാർക്ക് പ്ലഗ് ചേഞ്ചിൻ്റെ കാര്യം. നമുക്ക് ഈ പ്ലഗ് തിരിച്ചു കൊടുക്കാം. നന്നായി പ്രസ് ചെയ്യണം. എന്നിട്ട് ഇപ്പോൾ ഈ സീലൊക്കെ കറക്റ്റായിട്ട് ഇടണം. പിന്നെയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലോട്ട് പൊടി തരില്ല. ഓക്കെ, അപ്പോൾ സ്പാർക്ക് പ്ലഗ് ചേഞ്ചിൻ്റെ കാര്യം അത്രേ ഉള്ളൂ. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ബ്രേക്ക് അഡ്ജസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ്. നമ്മൾ ബ്രേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രേക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾ കേൾക്കുന്ന ടൈമാണ് ബ്രേക്ക് ഫ്രീ പ്ലേ. ഈ ലിവറിൻ്റെ ഫ്രീ പ്ലേ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിത് പിടിക്കുന്നതും ഇത് നമുക്ക് കൈക്ക് ടൈറ്റ് വരുന്നതുമായിട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ്, അതിനാണ് ഫ്രീ പ്ലേ എന്ന് പറയുന്നത്. അത് ഏകദേശം 25 mm ഇടണമെന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ നമുക്ക് അത് കറക്റ്റായിട്ട് അളക്കാൻ പറ്റിയ ഒരു എക്യുപ്മെൻ്റ് ഇല്ല, ടൂളില്ല. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു സ്കെയിൽ വെച്ചിട്ട്, ഇതിപ്പോൾ 1-ലാണിത്, അതായത് ഈ ലിവറിൻ്റെ ഒരു സെൻറ്റർ പോയിന്റ് എടുക്കുക ഏകദേശം. അപ്പോൾ 1, എന്നിട്ട് നമ്മൾ മെല്ലെ കൈ കൊടുക്കുക. അപ്പോൾ എവിടെയാണ് ടൈറ്റ് വരുന്നതോ ഇവിടെ 0, ഇത് ഏകദേശം 2, ഇവിടെ ടൈറ്റ് വരുന്ന അവിടെ വരെ 2.5 ഏകദേശം കണക്കാക്കി നമുക്ക് ചെയ്യാം. അത് കറക്റ്റ്. അപ്പോൾ ഇത് എങ്ങനെ ടൈറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. നമുക്ക് ബ്രേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് ഒരു 14-ൻ്റെ സ്പാനർ, പിന്നെ ഒരു 8-ൻ്റെ ഓപ്പൺ സ്പാനർ, 8 mm ഓപ്പൺ സ്പാനർ. ഇത് ബാക്ക് ബ്രേക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് ഇവിടെയാണ്. അതായത് ഇവിടെ 8-ൻ്റെ സ്പാനർ പിടിക്കുന്നു. പിന്നെ സ്പാനർ പിടിച്ചുകൊണ്ട് നമ്മൾ 17-ൻ്റെ നെറ്റ് സ്പാനർ ഉപയോഗിച്ച് ഈ നെറ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിനനുസരിച്ച് അവിടെ ഫ്രീ പ്ലേ കുറയും. നമ്മളത് 15 to 25 mm, അതായത് 1.5 cm to 2.5 cm ആണ് ഫ്രീ പ്ലേ വെക്കേണ്ടത്. അത് അങ്ങനെ നോക്കുന്നത് ഞാൻ പറഞ്ഞു തന്നല്ലോ ഓൾറെഡി. ഇനി ബ്രേക്ക് ഷൂ ലിമിറ്റ്, അതായത് ബ്രേക്ക് പാഡ്
അഥവാ ബ്രേക്ക് ലൈനർ, ബ്രേക്ക് ഷൂ എന്നൊക്കെ പറയും. ബ്രേക്ക് പാഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ അറിയാമെന്നാണ്. അതിൻ്റെ റെഫറൻസ് മാർക്കാണ് ഈ കാണുന്നത്. ഈ പോയിന്റും ഈ റെഫറൻസ് മാർക്കിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്, അതായത് ബ്രേക്ക് ഫുൾ പിടിച്ചിട്ട് കേട്ടോ. ബ്രേക്ക് ലിവർ ഞാനിപ്പോൾ ഇവിടെ ഫുൾ പിടിച്ചിട്ട് ഇവിടെ നോക്കുക, ഇതിപ്പോൾ കണ്ടല്ലോ, അതും ഇപ്പോൾ അലൈൻമെൻ്റ് ആയിട്ടില്ല. ഈ പോയിന്റ് ഈ മാർക്കിലോട്ട് എത്തുമ്പോൾ ബ്രേക്ക് ഷൂ കഴിഞ്ഞു എന്നാണ് അർത്ഥം. അത് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ഷൂ പോയി ബ്രേക്ക് പാഡ് മാറ്റണം. അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വേറെ ലിമിറ്റ് ഇതാണ്. ഈ കാണുന്നതാണ് ഇതിൻ്റെ വേറെ ലിമിറ്റ് എന്ന് പറയുന്നത്. ഇത് നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് വേറെ പോയിന്റ് കൊടുത്തിട്ടില്ല. നമ്മൾ ഈ ലൈനാണ് റെഫറൻസ് ലൈൻ. ഇവിടെ കാണുന്ന ഈ ലൈനാണ് റെഫറൻസ് ലൈൻ. ഏകദേശം സ്കെയിലായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ഈ ആം പുറകോട്ട് പോകും. അപ്പോൾ ഈ ഒരു പോയിന്റിൻ്റെ മറികടന്നാൽ ഏകദേശം അറ്റത്തെത്തി കഴിഞ്ഞാലാണ് ബ്രേക്ക് ഷൂ കഴിഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് സെയിം അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. നമ്മൾ 8-ൻ്റെ സ്പാനർ ഉപയോഗിച്ച് ഇവിടെ പിടിക്കുന്നു, ഇത് പിടിക്കുന്നു. നമ്മൾ ഈ 17-ൻ്റെ സ്പാനർ ഉപയോഗിച്ച് ഈ നെറ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഫ്രീ പ്ലേ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ബ്രേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് ഫ്രണ്ട് ബ്രേക്ക് നമ്മൾ പിടിക്കുന്നത്. ഏകദേശം ഇത്രയാണ് ഫ്രീ പ്ലേ വരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പിടിക്കുമ്പോൾ ബ്രേക്ക് അപ്ലൈ ആവുന്നു. ഇത്രയും ഭാഗമാണ് ഫ്രീ പ്ലേ. ഈ ഫ്രീ പ്ലേ ഏകദേശം 1.5 സെൻറ്റിമീറ്റർ ടു 2.5 സെൻറ്റിമീറ്ററാണ് വെക്കേണ്ടത്. അപ്പോൾ സർവീസ് കഴിഞ്ഞു, വാഷിങ്ങും കഴിഞ്ഞു, വണ്ടി ഉണങ്ങിയിരിക്കുകയാണ്. ഇനി ചെയ്യേണ്ട ഒരു പണി വളരെ സിമ്പിൾ പണിയാണ്. ഗ്രീസറിൻ്റെ അടുത്ത് ഗ്രീസ് ഇടണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സൈഡ് സ്റ്റാൻഡാണല്ലോ ടൈറ്റ് വരാറ്. സൈഡ് സ്റ്റാൻഡിൻ്റെ ഇവിടെ ആയിട്ട് ഗ്രീസ് ഇട്ട് കൊടുത്ത് നമ്മൾ ഇവിടെ ആയിട്ടും ഇതിൻ്റെ ഉള്ളിലും ഉൾഭാഗത്തായിട്ടും ഗ്രീസ് ഇട്ട് കൊടുക്കണം. പിന്നെ ഫുഡ് സ്റ്റെപ്പിൽ എവിടെയാണ് ഗ്രീസ് ഇട്ടത് ഞാൻ ഓൾറെഡി ഇട്ടു. അടുത്തിടുമ്പോൾ കാണിച്ചു തരാം. ഇത് പറയാനൊന്നുമില്ല, ജസ്റ്റ് ഞാൻ എവിടേക്കാണ് പോയിന്റ് എന്നുള്ളത് കാണിച്ചിരുന്നുള്ളൂ. ഫുഡ് സ്റ്റെപ്പിൻ്റെ ഉള്ളിലായിട്ട് അതിൻ്റെ ഫോൾഡ് ചെയ്യുന്ന പാത്തിൽ കറക്റ്റായിട്ട് ഗ്രീസ് അടിച്ചു കൊടുക്കുക. കൈ കൊണ്ട് തന്നെ വേറെ ഹാൻഡ്സ് കൈ കൊണ്ട് തന്നെ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ആക്കി കൊടുക്കുക ഫ്രീ ആവാൻ വേണ്ടിയിട്ട്, സ്മൂത്തായി. ഇപ്പോൾ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് സ്ഥലമാണ് നമ്മുടെ ബ്രേക്ക് ലിവേഴ്സിൽ ഒന്ന് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയിൽ കറക്റ്റ് ആ ഗ്യാപ്പുകളിൽ കയറുന്ന പോലെ കറക്റ്റായിട്ട് ഗ്രീസ് അടിച്ചു കൊടുക്കുക. നമ്മൾ വലിക്കുമ്പോൾ ലിവർ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വരുമല്ലോ, അവിടെയാണ് മെയിനായിട്ട് ഗ്രീസ് അടിക്കേണ്ടത്. ഇതൊരു ആക്ച്വലി പാടാണ്. കാരണം ഈ ഹാൻഡ് ബ്രേക്ക്, അതായത് ബ്രേക്ക് ലോക്ക് വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ അവിടെ ഗ്യാപ്പ് കുറവാണ്. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞിരിക്കുകയാണ്. പറ്റാത്തോളം ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ളൊരു സ്ഥലം സെൻട്രൽ സ്റ്റാൻഡിൻ്റെ പോയിന്റിലാണ്. ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഗ്രീസ് ഒരിക്കലും കഴിഞ്ഞു. അപ്പോൾ അവിടെ ഇവിടെയായിട്ട് ബോഡിയിലായ ഗ്രീസ് നമുക്കൊന്ന് കുറച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സുസുക്കി ആക്സസിൻ്റെ സർവീസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി ലാസ്റ്റായിട്ട് ഒരു കാര്യം കൂടി ഉണ്ട്. അതായത് ഈ ഓയിൽ ചേഞ്ച് ഇൻ്റർവെൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഓഫ് ആവുന്നില്ല. നമുക്ക് മാനുവലായിട്ട് തന്നെ റീസെറ്റ് ചെയ്യണം. അതിനായിട്ട് ഈ സ്വിച്ച് ഓഡോമീറ്റർ പോർഷനിലിട്ട് ഈ സ്വിച്ച് ഞെക്കി പിടിക്കുക 2 സെക്കൻഡ്. അതിനുശേഷം നമുക്കിതിൻ്റെ ഇൻ്റർവെൽ സെറ്റ് ചെയ്യാം. ഇപ്പോൾ 2500 ഇൻ്റർവെൽ, 3000, 3500, 4000 മാക്സിമം. 500 തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് 4000 ഇട്ട് വെക്കാം. എന്നിട്ട് ഒന്നുകൂടെ പ്രസ് ചെയ്തിട്ട് പിടിച്ചാൽ മതി. ഇപ്പോൾ അത് സെറ്റായി. ഓയിൽ ചേഞ്ച് ഇൻ്റർവെല്ലിൻ്റെ അത് പോവുകയും ചെയ്തു. വണ്ടി ഓടിച്ചു നോക്കാൻ വേണ്ടി ഇറക്കിയിരിക്കുകയാണ്. സുസുക്കി ആക്സസ് 125 2016. അപ്പോൾ വണ്ടി ആദ്യമേ ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം, വണ്ടി ഒന്നുകൂടെ സ്മൂത്ത് ആയിട്ടുണ്ട്. പിക്കപ്പ് കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അതുള്ള വണ്ടി 32,000 ഓടിയ വണ്ടിയാണ്. ഇതിൻ്റെ ശരിക്കും ഒരു കാര്യം കൂടി, അതിപ്പോൾ ഇത്ര സർവീസ് ചെയ്തതിൽ ഇതിൻ്റെ ബെൽറ്റ് ഉണ്ടല്ലോ, ഡ്രൈവ് ബെൽറ്റ് ശരിക്കും കമ്പനിയുടെ ഇത് പ്രകാരം 20,000 കിലോമീറ്ററിലാണ് മാറ്റേണ്ടത്. ഇപ്പം 32,000 മാറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം എന്തായാലും വണ്ടിക്ക് ഉണ്ടാവും. സ്റ്റോക്ക് കണ്ടീഷൻ്റെ ഫുള്ളിങ് എന്തായാലും കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം ബെൽറ്റിന് തേയ്മാനം വരുന്തോറും അതിന് കുറച്ച് സ്ലിപ്പ് വരും. എന്തായാലും സ്വാഭാവികമായി കുറച്ച് സ്ലിപ്പ് വരും. പുതിയതിൻ്റെ അത്ര എഫിഷ്യൻ്റ് ആയിട്ട് എന്തായാലും വർക്ക് ചെയ്യില്ല. ലെഫ്റ്റ് എടുക്കാം.
അതെ അതെ, സംഭവം സ്മൂത്ത് ആയെങ്കിലും വണ്ടി പുതിയ ഷോറൂമിൽ ഇറക്കിയ സമയത്തുള്ള പിക്കപ്പ് എന്തായാലും ഇല്ല, അതിന് കുറവുണ്ട്. അതിന് കാരണം വേറൊന്നുമല്ല, ഈ ബെൽറ്റ് മാറ്റാത്തതുകൊണ്ടാണ്. എന്തായാലും അടുത്ത സർവീസിൽ ബെൽറ്റ് കൂടെ മാറ്റിയിട്ട് ഞാനൊന്ന് അതിൻ്റെ ഒരു വിശേഷം പറയുന്നതായിരിക്കും. ബാക്കി വണ്ടി ഇപ്പോൾ ഒന്നും പറയാനില്ല. ഫസ്റ്റ് ഓടിച്ച് നോക്കിയാലും സൂപ്പർ സ്മൂത്താണ് വണ്ടി. 60 സ്പീഡായിട്ട് കയറുന്നുണ്ട്. ഇതെത്ര ശരിക്കും 90-100 വണ്ടിക്കൊരു വിഷയമല്ല, അത്ര പവർഫുൾ വണ്ടിയാണ്. ജസ്റ്റ് ഞാനൊരു ഡെമോ കാണിച്ചു തരാം. 70 ഇവിടെ ചെറിയൊരു ഹമ്പുണ്ട്, അല്ലാതെ ഞാൻ അവിടെ 90 ആയാനെ. ഹമ്പ് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. എന്തായാലും വണ്ടി ആദ്യകാലത്ത് പോയൊരു പോക്കിപ്പോൾ പോകുന്നില്ല. ഈ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് സ്പീഡ് കയറുന്നത് സുഹൃത്തുക്കളെ. 2 MRF-ന്റെ പുതിയൊരു അറിവുകളായതുകൊണ്ട് എനിക്ക് കോർണറിംഗ് കേപ്പബിലിറ്റിയിൽ എനിക്ക് വലിയ ആത്മവിശ്വാസക്കുറവൊന്നും തോന്നുന്നില്ല. ബ്രേക്കിങ് അടുത്തതിൽ എന്തായാലും കാലിപ്പേഴ്സ് രണ്ടും മാറ്റേണ്ടി വരും. അല്ല, കാലിപ്പേഴ്സ് അല്ല, ബ്രേക്ക് ഷൂ രണ്ടും മാറ്റേണ്ടി വരും. ബ്രേക്കിങ് എന്തായാലും വണ്ടി തുടക്കത്തിൽ മീൻസ് സ്റ്റോക്ക് കണ്ടീഷൻ ആക്കണം എന്നുള്ളതിൻ്റെ ആഗ്രഹത്തിന് 2-3 കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് ഇനിയിപ്പോൾ. അതായത് ബ്രേക്ക് ഷൂ മാറ്റണം, അതൊന്ന്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഡ്രൈവ് ബെൽറ്റ് മാറ്റേണ്ടി വരും, എന്തായാലും മാറ്റണം. പിന്നെ ഇതിൻ്റെ വാൽവ് ക്ലിയറൻസും ചെക്ക് ചെയ്യണം. വാൽവ് ക്ലിയറൻസ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ വണ്ടി സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുള്ളൂ. വാൽവ് ക്ലിയറൻസ് ഉദ്ദേശിച്ചത് ഇതിൻ്റെ എഞ്ചിൻ ഹെഡിൽ ഇതിൻ്റെ വാൽവുകൾ വരുന്നുണ്ട്, അതായത് ഇൻലെറ്റ് വാൽവ്, എക്സോസ്റ്റ് വാൽവ് ഒക്കെ. അതൊക്കെ ഒരു ക്യാം വഴിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ക്ലിയറൻസ് ഉണ്ട്, വളരെ മൈന്യൂട്ടായിട്ടുള്ള ക്ലിയറൻസ് ആണ് അത്. ഫീലർ ഗേജ് എന്ന് പറഞ്ഞൊരു ഇത് വേണം അത് മെഷർ ചെയ്യാനുള്ള സംഭവം. അതിന് നല്ലൊരു വിലയുണ്ട് ഫീലർ ഗേജ് മേടിക്കാൻ. അതുകൊണ്ട് ഞാനത് എപ്പോൾ അതിൻ്റെ ഫീലർ ഗേജ് മേടിക്കുമ്പോൾ പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ടൂളുണ്ട്. ആ ടൂൾ അത് രണ്ടും എപ്പോൾ എനിക്ക് മേടിക്കാൻ പറ്റുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. വേറായിട്ട് ഓടിയായിരുന്നു. അപ്പോൾ 35,000 ഓടിയ വണ്ടിയാണ്. അതിൻ്റെ ബ്രേക്ക് ഷൂ ഇതുവരെ രണ്ടും മാറ്റിയിട്ടില്ല. ബാക്ക് ബ്രേക്ക് ഷൂവും ഫ്രണ്ട് ബ്രേക്ക് ഷൂവും ഇതുവരെ മാറ്റിയിട്ടില്ല. ഇപ്പോഴും നല്ല ബ്രേക്കിംഗ് ഉണ്ട്, അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് ഉണ്ട്. എന്നാൽ 100% ബ്രേക്കിംഗ് ഉണ്ടെന്നല്ല, അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് ആണ്. പക്ഷെ എന്തായാലും എനിക്ക് ഡിസ്ക് ബ്രേക്കിൻ്റെ എഫക്റ്റ് കിട്ടില്ല കേട്ടോ. വണ്ടി ഇതെടുക്കുമ്പോൾ എന്തായാലും ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ എടുക്കാൻ മാത്രമേ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. അക്സസ് എടുക്കുമ്പോൾ എനിക്ക് ആർക്കും പറ്റരുത്. പിന്നെ വണ്ടിയെക്കുറിച്ച് വേറെ ഒരു കംപ്ലൈൻറ്റും പറയാനില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിൽ ഒരു പ്രാവശ്യം JK ടയർ ഇട്ടു, ബാക്ക് ടയർ. ആ JK ടയറിൻ്റെ ഇത് കാരണം ഞാൻ വളരെ സൂപ്പർ ഗ്രിപ്പിയാണ് ആ ടയർ. അതുകൊണ്ട് തന്നെ ഞാനൊരു വളവിൽ ഞാൻ ഗ്യാസ് സിലിണ്ടറും കൊണ്ട് പോയിരുന്നു, ഞാനത് വീണു. അപ്പോൾ ഒരിക്കലും എന്താ പറയുക, JK ടയർ ഒന്നും ആരും പ്രിഫർ ചെയ്യരുത്. ഇത്രയും വൃത്തികെട്ട ഒരു ടയർ, ഇത്രയും പെട്ടെന്ന് കട്ട തേഞ്ഞ്, വലിയ കട്ട ഓഫ് റോഡ് ടയർ പോലത്തെ ടയറായിരുന്നു. പക്ഷെ എത്ര പെട്ടെന്ന് അതിൻ്റെ കട്ട തേഞ്ഞ് തീർന്നെന്നറിയോ. പക്ഷെ കട്ട ഉള്ളപ്പോൾ പോലും അതിന് ഗ്രിപ്പില്ല. വളവ് തിരിയുമ്പോൾ ചെറിയ കുറച്ച് ശരലം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കാര്യമായിട്ട് സ്പീഡ് ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് സെൻട്രലിൽ LPG സിലിണ്ടറും കൊണ്ട് പോകുമായിരുന്നു. എന്നിട്ട് ഞാൻ അതേപോലെ കുറച്ച് ശരലം ഉണ്ടായിരുന്നു. അവിടെ ഒരു വളവ് തിരിഞ്ഞപ്പോൾ ഞാൻ അടിച്ചു വീണു. അതാണ് JK ടയറിൻ്റെ അവസ്ഥ. എനിക്ക് പൂർണ്ണ തൃപ്തിയുള്ളത് MRF ആണ്. ഞാൻ ഇപ്പോൾ രണ്ടും കിടക്കുന്ന MRF ടയേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ വണ്ടി നമുക്ക് എങ്ങനെ കൊണ്ടുപോകാനൊരു കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ കാണാം. ഓട്ടോമാനിയോ സൈനിങ് ഔട്ട്. Yeah, I don't believe in destiny, I just do what's best.